നമസ്കാരം. കുറേ നാളുകളായിട്ട് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ചോദിക്കുകയായിരുന്നു, എന്താ വീഡിയോസൊന്നും കണ്ടില്ലല്ലോ, പുതുതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. ഞാനും ആലോചിച്ചു, ശരിയാണല്ലോ, കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചെന്ന ഒരു വീഡിയോ ചെയ്ത് കളയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ലളിതമാണ്. ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കുമുള്ള വീഡിയോ ആണിത്. അപ്പോൾ സത്യത്തിൽ ജീവിതത്തിൽ എല്ലാ വ്യക്തികൾക്കും അവർക്ക് ജീവിത വിജയം ആഗ്രഹിക്കുന്നവരാണല്ലേ. സത്യത്തിൽ ജീവിത വിജയം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. കുട്ടികളാണെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ, അല്ല മുതിർന്നവരാണെങ്കിൽ അവരവരുടേതായിട്ടുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും ജീവിത വിജയം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ആ ആഗ്രഹം ഉണ്ടാവുന്നത്? കാരണം എവിടെയൊക്കെയോ വിജയത്തിൻ്റെ കുറവ് ഉണ്ട്, അല്ലെങ്കിലോ നമുക്ക് കൂടുതൽ 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 വേണമെന്നുള്ള തോന്നൽ. അപ്പോൾ സത്യത്തിൽ എങ്ങനെയാണ് ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാക്കുക? ഈ ജീവിത വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ നിന്നൊന്നും നമുക്ക് ഒരിക്കലും ഇത് സമ്പാദിക്കാനും സാധിക്കില്ല. അതേപോലെ തന്നെ പുറമേ നിന്ന് നമുക്ക് കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ്. ഇതാണ് റിയാലിറ്റി. കുറേ അധികം നമുക്ക് കാണിച്ചു കൂട്ടാൻ വേണമെങ്കിൽ പുറമേ, അതുകൊണ്ട് നമുക്ക് ജീവിത വിജയം ഉണ്ടായി എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്, സത്യമാണിത്. അപ്പോൾ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ജീവിത വിജയം ഉണ്ടാവണമെങ്കിൽ ആദ്യം മാറ്റം കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉള്ളിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളിലാണ്. വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റം വരണമെങ്കിൽ, അല്ലെ, ജീവിതത്തിൽ വിസിബിൾ ആയിട്ടുള്ള വിജയം കൈവരിക്കണമെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലാണ് മാറ്റം വരുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മാവിൽ നിറയെ മാങ്ങ അല്ലെങ്കിൽ മാമ്പഴം ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് എന്ത് ചെയ്യണം? അതിൽ വൃക്ഷത്തിൻ്റെ താഴെ നിറയെ വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുത്താൽ മാത്രമേ അതിനെന്തുണ്ടാവുള്ളൂ? ഫലം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളുടെയൊക്കെ ജീവിത വിജയം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇറ്റ് കണക്റ്റഡ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇൻവിസിബിൾ ആയിട്ടുള്ള ചിന്തകൾ, അതേപോലെ തന്നെ ഫീലിങ്സ്, ഇതൊന്നും നമുക്ക് പെട്ടെന്ന് വിസിബിൾ അല്ല, പുറമെ കാണാൻ സാധിക്കില്ല. പക്ഷെ ഈ ചിന്തകളും അതേപോലെ തന്നെ ഈ വികാരങ്ങളൊക്കെയാണ് എന്ത് ചെയ്യണത്? നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ആ റിസൾട്ട് എന്താണോ, നമുക്ക് ജീവിതത്തിൽ ഓരോ ദിവസവും ഉണ്ടാവുന്ന റിസൾട്ട്, അല്ലേ, അത് ടോട്ടലി കണക്റ്റഡ് ആണ്. നമ്മളുടെ ഈ ചിന്തകൾ, ഈ വികാരങ്ങളൊക്കെ നമുക്ക് വരുന്ന ചിന്തകളാണ് പിന്നീട് അത് ഫീലിങ്സ് ആയിട്ട് മാറുകയും ആ ഇമോഷൻസ്, അല്ല ആ ഫീലിങ്സ് ആണ് എന്ത് ചെയ്യുക? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് ആക്ഷനായിട്ട് മാറുകയും ചെയ്യാം, പ്രവൃത്തിയായിട്ട് മാറും. സോ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ജീവിത വിജയം നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ എവിടെയാണ് വേർക്കേണ്ടത്? ഇൻവിസിബിൾ ആയിട്ടുള്ള നമ്മളുടെ ചിന്തകളിൽ മാറ്റം കൊണ്ടുവരാം, അതേപോലെ തന്നെ നമ്മളുടെ ഇമോഷൻസിൽ മാറ്റം കൊണ്ടുവരാം, ഫീലിങ്സിൽ. അപ്പോൾ ഇതിലൊക്കെ മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. ദിസ് ഈസ് ദ റിയാലിറ്റി, ദിസ് ഈസ് ദ ട്രൂത്ത്. അപ്പോൾ ഇതെങ്ങനെയാണ് ജീവിതത്തിൽ ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള നമ്മുടെ ചിന്തകളെയോ അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസിൻ്റെ ഒക്കെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക? അത് വളരെ വളരെ ലളിതമാണത്. ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും ഇത് സാധിക്കും. ഇതിന് പ്രത്യേകിച്ചിട്ട് കൂടുതലായിട്ട് വളരെ സ്കിൽഫുള്ളി ഒന്നും ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമില്ല. അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.